നമസ്കാരം എല്ലാവർക്കും ഈസി സ്നാക്സോടെ സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ഉണക്കക്കപ്പ അല്ലെങ്കിൽ വാട്ടക്കപ്പ എന്നൊക്കെ പറയും ചില സ്ഥലത്ത്. അത് വെച്ചിട്ട് ഫ്രൈ ആണ് ചെയ്യണത്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ പറമ്പിൽ തന്നെ പറിച്ചെടുത്ത കപ്പ, നമ്മുടെ അപ്പച്ചൻ്റെ കൃഷി ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് തന്നെ പറിച്ചെടുത്ത കപ്പ വീട്ടിൽ തന്നെ ഉണക്കി പിന്നെ അതിന് ശേഷം അത് ഫ്രൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് കാണിക്കണത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. എന്നാൽ പക്ഷേ പിള്ളേർക്കൊക്കെ ഈ വെക്കേഷൻ ടൈമിലൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സും കൂടിയാണ്. വലിയ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. കുറച്ച് കപ്പ മേടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കപ്പ വീട്ടിലുള്ളവരാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് കപ്പ മേടിക്കണം. കപ്പ കൂടിപ്പോയാൽ 30 രൂപ 40 രൂപയൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ 1 കിലോ ഒക്കെ മേടിച്ചാൽ ഇഷ്ടം പോലെ ഫ്രൈ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ കപ്പ ഉണക്കക്കപ്പ ഫ്രൈ ഒന്ന് വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നമുക്കപ്പോൾ വേഗം തന്നെ നമ്മുടെ കിച്ചണിലോട്ട് പോയിട്ട് എങ്ങനെയാണ് ഉണക്കക്കപ്പ ഫ്രൈ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. നമ്മളപ്പോൾ കപ്പ ഉണ്ടാക്കാനായിട്ട് അമ്മ ആദ്യം തന്നെ കപ്പ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കുവാണ് കേട്ടോ. ഒരു 2 വലിയ കപ്പയാണ് അമ്മ എടുത്തേക്കണത് കേട്ടോ. എന്നിട്ട് അമ്മച്ചി ഇത് ഇങ്ങനെ ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പം അതിൻ്റെ തൊലിയും കാര്യങ്ങളും കളഞ്ഞിട്ട് ആ കപ്പ നമ്മൾ സാധാരണ പുഴുങ്ങാനൊക്കെ റെഡിയാക്കത്തില്ലേ, അതേപോലെ ഒന്ന് വലുതായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് തൊലി കളഞ്ഞ് റെഡിയാക്കി എടുക്കണം. ആ മുറിച്ച് വെച്ച കഷ്ണങ്ങൾ ഇനി വലിയ 2 കഷ്ണങ്ങളായിട്ട് അമ്മ മുറിക്കുവാണ്ട. ഒത്തിരി ചെറിയ കഷ്ണമായിട്ട് മുറിക്കരുത്. ഇങ്ങനെ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് അതിനെ മുറിക്കണം കേട്ടോ. എന്നാലാണ് നമുക്കിത് നീളത്തിൽ അരിഞ്ഞിട്ട് ഇനി ഉണക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് വേണം ഉണക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് കപ്പ നന്നാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ. ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച കപ്പയുണ്ട്. ഞാനപ്പോൾ കപ്പ പറിക്കണതും ഉണ്ടാക്കണതൊക്കെ ആയിട്ട് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ കപ്പ പറിക്കണതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി കേട്ടോ. നമ്മുടെ അന്ന് പറിച്ച കപ്പയിൽ നിന്ന് ബാക്കിയിരുന്ന കപ്പയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യണത് കേട്ടോ. നമ്മുടെ ഈ കപ്പ നമ്മളിൽ നന്നായിട്ട് കഴുകി വാരി എടുക്കണം കേട്ടോ. ഒരു 2-3 പ്രാവശ്യം കഴുകി അതിൻ്റെ മണ്ണും കാര്യങ്ങളൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. അപ്പം നമുക്കത് കഴുകി വാരിയിട്ട് ഒരു കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പ കഴുകി വാരി ഇവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. കല്ലുപ്പ് ചേർത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല, നമ്മൾ വറുത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്താലും മതി. പക്ഷേ കട്ട് ഇറങ്ങി പോകാനൊക്കെ നല്ലത് കല്ലുപ്പ് ചേർക്കണതാണ്. അപ്പോൾ ഇച്ചിരി പൊടിയുപ്പ് അല്ലെങ്കിൽ കല്ലുപ്പ് എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കപ്പ അപ്പം അമ്മിച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുക്കർ അടയ്ക്കൊന്നും വേണ്ട, തുറന്നിട്ട് തന്നെ വേവിക്കുന്നത്. കുക്കറിലോട്ട് മാറ്റിയെന്നുള്ളൂ. കപ്പ ഒന്ന് തിളച്ച് ഒരു 10 മിനിറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു പകുതി വേവിൻ്റെ അടുത്താകും. ആ ഒരു വേവാകുമ്പോൾ നമുക്ക് ഇത് സ്ട്രെയിൻ ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ച് ഒന്ന് വേവട്ടെ. നമ്മുടെ കിഴങ്ങ് ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. വെന്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിളച്ചിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റും കൂടി ഇങ്ങനെ കിടന്നതിന് ശേഷം നമുക്ക് ഇത് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം കേട്ടോ. ഇപ്പോൾ കപ്പ തിളച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അമ്മ ഇപ്പോൾ ടാങ്കിൽ ഒരു അരിപ്പക്കൊട്ട വെച്ചിട്ടുണ്ട്. അന്നേരത്തോട് നമുക്ക് ഈ കപ്പ ഒന്ന് ഇട്ടിട്ട് വെള്ളം ഊറ്റി കളയാം കേട്ടോ. ഇതിൻ്റെ വേവ് പറയാനാണെങ്കിൽ ഇത് വെന്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്തേക്കണം, അത്ര മതി. അതിൻ്റെ കട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം കളയണത്, വേറൊരു ഉദ്ദേശമില്ല. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ നീളത്തിൽ അരിഞ്ഞിട്ട് കട്ടി കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് ഉണക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇരുന്ന് ചൂടാറട്ടെ. അപ്പോൾ ഇതേ നമ്മൾ പുഴുങ്ങിയെടുത്തിരുന്ന നമ്മുടെ കപ്പയുടെ കഷ്ണം അമ്മ അതിങ്ങനെ തിന്നായിട്ട് നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ മുറത്തിൽ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ടാണ് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ന്യൂസ് പേപ്പർ മുറവും കൂടി ചേർത്തതിന് വെയിലത്തോട്ട് വെച്ചാൽ മതി. നല്ല തിന്നായിട്ട് അരിഞ്ഞു കൊടുക്കണം കേട്ടോ. ഇങ്ങനത്തെ കഷ്ണങ്ങളായിട്ട് ഈ ചതുരൻ കഷ്ണങ്ങളായിട്ട് നല്ല തിന്നായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. കട്ടി അധികം പാടില്ല കേട്ടോ. അങ്ങനെ അരിഞ്ഞിട്ട് നമുക്കിത് നിരത്തി വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ കപ്പയ്ക്ക് ഇങ്ങനെ പുഴുങ്ങത്തില്ല, ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇങ്ങനെ പുഴുങ്ങിയെടുക്കില്ലേ, അത് ഇങ്ങനെ വേസ്റ്റ് ആക്കാണ്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ച് ഉണക്കാം കേട്ടോ. എന്താണ് കഴിച്ചിട്ട് ബാക്കി വരും, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും കഴിച്ച് തീരത്തില്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഒന്നിലിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ ആ ദിവസം തന്നെ അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഇങ്ങനെ ഉണക്കിയെടുത്താൽ മതി. ഇങ്ങനെ അരിഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്ത് നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ പുഴുക്ക് ഉണ്ടാക്കാം, ഉണക്കക്കപ്പ പുഴുക്ക്, അല്ലെങ്കിൽ ഉണക്കക്കപ്പ വറുത്തത്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കത്തില്ല, അതേപോലെ ആക്കി കൺവേർട്ട് ചെയ്യാം. പിന്നെ ഈ വേനൽ സമയത്തൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്തൊക്കെ നമുക്ക് ഭക്ഷണത്തിന് ഇപ്പോൾ ഒന്നുമില്ലാത്ത സമയത്തൊക്കെ ഇതൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാം. വെക്കേഷൻ സമയത്തൊക്കെ പിള്ളേർക്കൊക്കെ പറ്റിയ അടിപൊളി ഭക്ഷണം. അധികം പൈസയൊന്നുമില്ലല്ലോ. കപ്പ പിന്നെ മിക്കവാറും വീടുകളിലൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ
അതിന് പറിച്ച് കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാക്കാമെന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ വളരെ ഈസിയുമാണ് ഉണ്ടാക്കാനായിട്ട്. ഈ പുഴുങ്ങിയൊന്നും ഉണക്കണ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് പിന്നെ ഉണ്ടാക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. നമ്മുടെ കപ്പ എല്ലാം എന്താ ഇങ്ങനെ നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് ഉണക്കണം. അപ്പോൾ നമുക്ക് വെയിലത്ത് കൊണ്ടേ ഉണക്കാൻ വെക്കാം. നമ്മൾ അരിഞ്ഞെടുത്ത കപ്പ ഇങ്ങനെ മുറത്തിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. 3 മുറത്തിലായിട്ട് വെച്ചാണത്. വെയിലായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല. ഇനിയിപ്പോൾ നല്ല വെയിലാണെങ്കിൽ ഒരു ദിവസത്തെ ഉണക്കൊക്കെ മതിയാവും, വാട്ടക്കപ്പ പോലെ ആക്കിയെടുക്കാനല്ലേ. അല്ലെങ്കിൽ നല്ല വെയിലില്ലെങ്കിൽ ഒരു 2-3 ദിവസം ഉണക്കിക്കോളൂ. അപ്പോൾ ഇരുന്ന് ഉണങ്ങട്ടെ കേട്ടോ. കപ്പ ഉണക്കാൻ വെച്ചത് അമ്മ ഇപ്പോൾ ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളപ്പോൾ ഒരു ദിവസം ഉണക്കിയോളൂ. പോകും ഇത് റെഡിയായി നല്ല നൈസായിട്ട് അരിഞ്ഞതുകൊണ്ട്. ഇങ്ങനെ നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ ഒരു കരുകരുന്നുള്ള ഒച്ച കേൾക്കുന്നുണ്ട്. ആ ഒരു പാകം മതി കേട്ടോ. കൂടുതൽ അങ്ങോട്ട് ഉണക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് വറുത്ത് എണ്ണലോട്ട് ഇടുമ്പോൾ തന്നെ കരിഞ്ഞ പോലെ ആകും. അപ്പോൾ ഈ ഒരു പാകത്തിന് ഉണക്കുന്നതാണ് നല്ലത്. പിന്നെ കട്ടി ഇങ്ങനെ അരിയുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ കട്ടിൽ അരിയണമെങ്കിൽ ഇപ്പോൾ വറുത്ത് ചെയ്യുമ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ ഒടിക്കുമ്പോൾ ഇങ്ങനെ ഒടിഞ്ഞ് ഇങ്ങനെ പോരേം വേണം. ആ ഒരു പാകം കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളാണ്. ഫ്രൈ ചെയ്തെടുക്കാണ്ട് ജസ്റ്റ് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുകൊണ്ടായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ കപ്പ് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വേണം. വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണ നല്ലൊരു ഫ്ലേവറും ഈ കപ്പയുടെ ഇതും കൂടി നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾ സാധാ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ അത് നിങ്ങളുടെ ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിച്ച് വറക്കാം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവണം കേട്ടോ. നിങ്ങളപ്പോൾ ഇത് കപ്പ വറക്കാൻ വെക്കുമ്പോൾ തന്നെ സൈഡിൽ ഇത് കോരിടാനായിട്ട് ഒരു പാത്രം കൂടിയും റെഡിയാക്കി വെക്കണം കേട്ടോ. ഒരു ഓട്ടപാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും ഇട്ടിട്ട് വേഗം തന്നെ ഫ്രൈ ആകും. എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കപ്പ ചേർത്ത് കൊടുക്കാം കേട്ടോ. തീ ഒന്ന് ഒരു മീഡിയം തീയിലോട്ടാക്കി കൊടുക്കണം കേട്ടോ. ഒത്തിരി ഹൈ ഫ്ലെയിം ഇടരുത്. അപ്പോൾ കപ്പ വേഗം തന്നെ അങ്ങോട്ട് ബ്രൗൺ കളറായി പോരും, അങ്ങോട്ട് വേഗമില്ല. അപ്പോൾ ഒരു മീഡിയം തീയിലോട്ട് ആക്കി കൊടുക്കണം കേട്ടോ. ഇനി അതവിടെ കിടന്നിട്ട് ബ്രൗൺ കളറായി വരണം. വേഗം തന്നെ ആവും. കാരണം ഇതിൻ്റെ ഓൾറെഡി നമ്മൾ വെള്ളമൊക്കെ വറ്റിയതല്ലേ വെയിലത്തിട്ടിട്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ സാധാ കപ്പ ഉറക്കുന്നതിനേക്കാളും വേഗം തന്നെ ആവുകയും ചെയ്യും. പിന്നെ ടേസ്റ്റും വ്യത്യാസം ഉണ്ട് കേട്ടോ ഈ കപ്പ ഉറക്കന്. ഇത് വറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ചക്ക വറുത്തതിൽ കാണിച്ച പോലെ തന്നെ ഇതിലോട്ട് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ അമ്മിച്ച് ഇപ്പോൾ ഉപ്പ് മാത്രം ചേർക്കാറുള്ളൂ കേട്ടോ. പിന്നെ ചില കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ മുളക് പൊടി ചേർത്തണം കാണാറുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒന്നും ചേർത്തില്ല എന്ന് വെച്ചും കുഴപ്പമില്ല. മുളക് പൊടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ വേപ്പിലും കൂടി ചേർത്ത് വറക്കാം, അല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് എന്തായാലും വേണ്ടി വരും, കാരണം കപ്പുറത്തതിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞങ്ങളൊന്നും ചേർക്കാണ്ട് എടുക്കണമെന്ന് ഇഷ്ടം. അപ്പോൾ അമ്മച്ചിപ്പി വന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ കപ്പ വറുത്തത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മതി. ഇതങ്ങനെ കരുകരുന്ന് ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് എടുക്കാം. പിന്നെ അതിൻ്റെ അരികൊക്കെ ഇങ്ങനെ ഒരു ബ്രൗൺ കളറായി തുടങ്ങും ആയിക്കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ഇതിൻ്റെ എണ്ണ ഫുള്ള് വാർന്ന് പോയതിന് ശേഷം നമുക്ക് വേറൊരു സ്ട്രെയിനറിലോട്ട് ഇത് മാറ്റി വെക്കാം കേട്ടോ. അമ്മച്ചി അപ്പോൾ ഇവിടെ ഒരു 2 സെറ്റ് വറുത്തെടുക്കണം. അപ്പോൾ അതിലോട്ട് ഇനി കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചെയ്ത് ചേർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണക്കി വെച്ചതെല്ലാം നമുക്ക് ഇങ്ങനെ വറുത്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഉണക്കിയിട്ട് സൂക്ഷിക്കണമെങ്കിൽ കുറച്ചും കൂടി ഉണക്കാവണം. പക്ഷെ അപ്പോൾ അതിങ്ങനെ വറക്കാനായിട്ട് അത്ര പെർഫെക്ഷൻ ആയിട്ട് കിട്ടത്തില്ല. ഈ ഒരു ഉണക്കിലാണ് നമുക്ക് വറക്കാനായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഉണക്കി വറുത്ത് വെക്കണതാണ് നല്ലത്. ഇങ്ങനെ വറുക്കാണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. കാരണം അല്ലെങ്കിൽ അത് ചീത്തയായി പോകും. കാരണം അകത്ത് നന്നായിട്ട് ഉണക്കായിട്ടുണ്ടാവില്ല. ഒന്ന് വാടി തന്നെ പാത്രമല്ലേ നമ്മൾ വറുത്തെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉണക്ക് കറക്റ്റ് ആണെന്ന് അറിയാനായിട്ട് നമ്മളിതിങ്ങനെ വറുത്തെടുക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഇതാ ഇങ്ങനെ ഈ പോളം പോലെ വന്നേക്കണുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ. അപ്പോൾ ഈ പോള പോലെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പ കറക്റ്റായിട്ട് ഉണങ്ങി നല്ല വറക്കാനുള്ള പാകമായിട്ടുണ്ടെന്നായിട്ട് അർത്ഥം. അപ്പോൾ നിങ്ങൾ വറക്കുമ്പോൾ 1-2 എടുത്ത് വറുത്ത് ഇങ്ങനെ പോളം പോലെ വന്നിട്ടുണ്ടെന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, ഉണക്ക് കറക്റ്റ് ആണെന്ന് അറിയാനായിട്ട്. അങ്ങനെ അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കപ്പ എല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കറുമുറാന്ന് കടിക്കാനായിട്ട് സൂപ്പർ സാധനമാണ് കേട്ടോ. ഇങ്ങനെ ഒടിക്കുമ്പോൾ തന്നെ ഒടിഞ്ഞൊടിഞ്ഞ് വന്നിട്ട് നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എനിക്ക് ഒരു 1.5 കിലോ കപ്പ എടുത്തതിൽ നിന്ന് ഒരു 1.25 കിലോൻ്റെ അടുത്ത് ചിപ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വെക്കേഷനൊക്കെ ഇരിക്കുന്ന സമയത്ത് പിള്ളേർക്കൊക്കെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ബോറടിക്കുമ്പോൾ എപ്പോഴും എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ആയിട്ട് കഴിക്കാൻ വേണമല്ലേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ചിലവ് കുറഞ്ഞിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഉറപ്പാണ്. കാരണം വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. കാരണം അധികം പൈസ ചിലവും ഇല്ല, സിമ്പിളാണ്, ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂടായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലോട്ട് ഇനിയിപ്പോൾ മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളിങ്ങനെ വറുത്ത് കോരി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ
ഇതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ ഞാൻ പേഴ്സണലി മുളക് പൊടി ഇടുന്നത് അത്ര അങ്ങോട്ട് എൻകറേജ് ചെയ്യുന്നില്ല. കാരണം കുട്ടികൾക്ക് കൂടുതൽ കഴിച്ച് കഴിയുമ്പോൾ എരിയാനുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വയറിനൊക്കെ എന്തെങ്കിലും ഇങ്ങനെ എരിവിൻ്റെ കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പേഴ്സണലി മുളക് പൊടി എപ്പോഴും കുറവ് ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് ഉപ്പും വേപ്പിലയും ഇട്ട് മാത്രം ഫ്രൈ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള അടിപൊളി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നവരെയും സ്റ്റേ ഹെൽത്തി. ബൈ.